ഗെയ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആണേ. ഇന്നാണെങ്കിലേ ഇവിടെ ശ്രീകുട്ടൻ്റെ പിറന്നാളാണ്. ശ്രീകുട്ടൻ ആരാന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ ശ്രീകുട്ടൻ. അവൻ വല്ലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവാറുള്ളൂ. കാരണം വേറെ ഇന്നല്ല, അവൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പം അവൻ വീട്ടിലുണ്ട്. ഞങ്ങൾ 12 മണിക്ക് അവനൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തായിരുന്നു. അവൻ ലഞ്ചിന് അവൻ ഇഷ്ടപ്പെട്ട അവൻ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വാ നമുക്ക് ചോദിച്ചു നോക്കാം അവൻ എന്താണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, ശ്രീകുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം. സ്പെഷ്യലായിട്ട് എന്താ വേണ്ടതെന്ന് ആദ്യം ചോദിച്ചു നോക്കാം, എന്നിട്ട് എൻ്റെ സ്പെഷ്യൽ എന്താന്ന് പറയാം. ഹാപ്പി ബർത്ത്ഡേ. ഇന്നേ ബർത്ത്ഡേ ആയിട്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി തരും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ, ഇതുവരെ ഇവിടെ ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യൽ. അങ്ങനെയല്ലോ, നമുക്ക് കഴിക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവുമോ? ഉണ്ടാവൂലേ? ഹലോ ഗേസ്, അപ്പം അവൻ പറഞ്ഞതെല്ലാവരും കേട്ടല്ലോ. പറുദീസ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത് കേട്ടോ. സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും ഹാപ്പിയായി. കാരണം വേറെ ഒന്നല്ല, ഇതിൻ്റെ മുന്നേ ഞാനും ഏട്ടനും ഇൻസ്റ്റഗ്രാമിൽ ഒരു പറുദീസ ചിക്കൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ദിവസം നമുക്കിത് വീട്ടിലുണ്ടാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കി കളയാം. ചിക്കൻ പറുദീസയ്ക്ക് ഒരു കോഴി മൊത്തമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് മുറിച്ച് വാങ്ങിച്ചാൽ മതി. ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ മുറിക്കാതെ ഒരു കോഴി മൊത്തമായിട്ട് വാങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് കഴുകിയിട്ടും മതിയാവുന്നില്ല. ഞങ്ങളുടെ മുറ്റത്താണെങ്കിൽ ലോകത്തുള്ള എല്ലാ കോഴികളും പട്ടികളും പൂച്ചകളും ഉണ്ട്. മുറ്റത്തുള്ള കോഴീനോട് പറഞ്ഞു അധികം വിളച്ചിലെടുത്തതാ ഇതുപോലെ ആക്കുന്നു. അപ്പോൾ ഞാൻ കോഴീനെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. ഒരു മൊത്തം കോഴി ആയതുകൊണ്ട് മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ ഭയങ്കര പാടാ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ശ്രീകുട്ടനാണെങ്കിൽ വല്ലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം അവൻ കൃത്യസമയത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ അവൻ്റെ പിറന്നാൾ നമ്മൾ കളറാക്കി കൊടുക്കണ്ടേ. ചേച്ചി ഇവിടെ പായസത്തിന്റെ പണിയിലാണ് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദേ വരുന്നു നമ്മുടെ പിറന്നാളുകാരൻ. ചിക്കൻ പറുദീസയ്ക്ക് ഒരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 പച്ചമുളക്, കുറച്ചധികം മല്ലിച്ചപ്പ്, പുതിന, 2 ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത്, 2 മാഗി ക്യൂബ്. ഇനി പൊടികളിട്ട് തുടങ്ങാം. നല്ല കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടേ, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞപ്പൊടി, അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് മന്തി മസാലയാണ് കേട്ടോ. നോക്കി, അമ്മയും ചേച്ചിയും കൂടെ ഇവിടെ തകൃതിയായിട്ട് പായസപ്പണിയിലാണേ. പായസം ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ടേ. അയ്യോ, നമുക്ക് തിരിച്ച് നമ്മുടെ ചിക്കൻ പറുദീസയിലേക്ക് വരാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീര്, ഞാൻ ചെറുനാരങ്ങാ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അവസാനമായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നല്ലോണം തിരുമ്മിയെടുക്കുക. നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇതിലിട്ട മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവ് തോന്നി. ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കുറവായിരുന്നു, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ ഡ്രസ്സ് ഊരി നിൽക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് അങ്ങ് പുതപ്പിക്കുക. സകലമാന മർമ്മങ്ങളിലും മസാല ആവുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിതിൻ്റെ മസാലയിൽ കുളിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും എൻ്റെ ചുറ്റിലും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മസാലയ്ക്ക് കിട്ടിയില്ല സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ആഹാ, മുടുക്കനായി. ഇതൊരു ഓവർനൈറ്റ് ഒക്കെ ഇങ്ങനെ മസാല തേച്ച് പിറ്റേന്ന് എടുത്താണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കിട്ടിയില്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നമുക്കിവിടെ സമയപരിമിതി കാരണം ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിന് അങ്ങനെ തന്നെ എടുത്ത് അടുപ്പിൽ കയറ്റിയാൽ മതി. വെറുതെ അടുപ്പിൽ കയറ്റി നോക്കി നിൽക്കരുത്. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറച്ചുവിട്ട് വേവിച്ചെടുക്കണം. എൻ്റെ പൊന്നു, ഇതിനെ മറച്ചതിൽ 1 ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം നല്ല വലുപ്പമുള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട്. പിന്നെ മറച്ചിട്ടാൽ മാത്രം പോരാ, ഓരോ മറച്ചിടലിലും അതിൻ്റെ ഗ്രേവി എടുത്ത് അതിൻ്റെ പുറത്ത് കൂടെ ഒഴിക്കണം. ഈ സമയത്തൊക്കെ അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് ഞങ്ങളുടെ വീട്ടിലാകെ പരന്നിട്ടുണ്ടായിരുന്നു. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഓയിലിൽ കിടന്നിട്ടാണ് ചിക്കൻ കുക്കായി വരുന്നത്. ഇതൊരു 90% വെന്തതിന് ശേഷമാണ് അടുത്ത പരിപാടി. കുറച്ച് കാഷ്യൂ നട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ടേ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ പറുദീസ പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യണ്ടേ. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീകുട്ടൻ നല്ല ഇലയൊക്കെ വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞതും ശ്രീകുട്ടനാണ് കേട്ടോ. ചെമ്പോടെ തന്നെ ഞാനത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും കൂടെയാണ് കേട്ടോ അതിനെടുത്ത് ആ ഇലയിലേക്ക് ഇട്ടത്. ഹാൻഡിൽ വിത്ത് കെയർ, കാരണം ഇത് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. മുറിഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടൂല.
അത് ഇലയിലേക്ക് മാറ്റിയപ്പോൾ ചെമ്പിന്റെ അടിയിലായിട്ട് ഇതിന്റെ മസാല കിടപ്പുണ്ടായിരുന്നു. ആ മസാല എടുത്ത് ഞാനിത് അതിന്റെ മണ്ടയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ടേ. ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ഉള്ളി കൂടെ ഞാൻ ഇതിന്റെ പുറത്ത് വെച്ച് കൊടുത്തു കേട്ടോ. എന്തൊക്കെയായാലും ശ്രീകുട്ടൻ ഹാപ്പിയായി. ഞങ്ങൾ എന്തൊക്കെ വെറൈറ്റി വീട്ടിലുണ്ടാക്കിയാലും അത് കഴിക്കാനൊന്നും ശ്രീകുട്ടൻ ഉണ്ടാവാറില്ല. അവനാണെങ്കിൽ ഇന്ന് തിരിച്ചു പോവുകയും വേണം. അവനിതാ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. ചോറ് ആദ്യം പിറന്നാളുകാരന് തന്നെ വിളമ്പി കൊടുത്തു. ഇന്ന് ഇവിടെ ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും വിളമ്പി ഒരു കാല് തന്നെ എടുത്ത് ഞാൻ ശ്രീകുട്ടന് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അതുകൂടെ കിട്ടിയപ്പോൾ അവൻ ഡബിൾ ഹാപ്പി. അടുത്ത കാലത്ത് ആ ഏട്ടൻ ഇവിടെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, ആ ലെഗ് പീസ് കിട്ടി സന്തോഷം നോക്കിയേ. ഇനി ഞാനും ചേച്ചി അതിന്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ എടുത്തത്. കൈ വെച്ച് മുറിക്കാൻ ചൂട് കാരണം ഞാൻ കത്തിയെടുത്ത് അറഞ്ചം പുറച്ചും വെട്ടി മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ പറുദീസ കൂട്ടി ചോറ് നല്ലോണം വെട്ടി വിഴുങ്ങിയതിന് ശേഷം ഒരു ഗ്ലാസ് പായസം എടുത്ത് ഞാൻ ശ്രീകുട്ടന് കൊടുത്തു കേട്ടോ. അതുകൂടെ കിട്ടിയപ്പോൾ അവൻ ട്രിപ്പിൾ ഹാപ്പി. നിങ്ങളും ഹാപ്പി അല്ലേ? അപ്പോൾ ടാറ്റാ.